ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന NCERT ക്വസ്റ്റനും SCERT ക്വസ്റ്റൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എല്ലാ ക്വസ്റ്റനുകളും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനുകളാണ്. PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള 2025 വർഷങ്ങളിൽ നിരന്തരമായിട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള NCERT SCERT ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക ഭാഷ എന്തായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ലാറ്റിൻ ഭാഷയായിരുന്നു അല്ലേ. എന്തായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ? എന്തായിരുന്നു? ലാറ്റിൻ ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. മെസോപ്പൊട്ടോമിയൻ ആണല്ലേ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മെസോപ്പൊട്ടോമിയൻ നാഗരികതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം ഗ്രീക്ക്, റോമൻ, വെങ്കലയുഗ സംസ്കാരം, നവോത്ഥാനം. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ ഗ്രീക്ക്, റോമനും വെങ്കലയുഗ സംസ്കാരവും നവോത്ഥാനവും. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്? ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അശോക ചക്രവർത്തിയാണല്ലേ. അശോകൻ എന്ന മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയ. ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. യജുർവേദമാണല്ലേ. യജുർവേദം വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. ഏതാണ്? യജുർവേദം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണ ബലഗോളയില് ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണ ബലഗോളയിൽ ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ചന്ദ്രഗുപ്ത 1 ആണല്ലേ. ചന്ദ്രഗുപ്ത 1. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പടിഞ്ഞാറൻ റൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 1928 സൈമൺ കമ്മീഷൻ കേരളത്തില് വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? 1928 സൈമൺ കമ്മീഷൻ കേരളത്തിൽ വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? താഴെ പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. KP കേശവമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്.
ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബാൽബന്റെ ശവകുടീരം ഡൽഹി. ബാൽബന്റെ ശവകുടീരം ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിശദമായ ഉപദേശപരമായ വിശദീകരണം. വിശദമായ ഉപദേശപരമായ വിശദീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. ജൈനമതത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ജൈനമതത്തിന്റെ പശ്ചാത്തലത്തില് മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. 1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? 1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷൻ ഉള്ളതുമായ ആദ്യകാല എഴുത്തു സമ്പ്രദായം എന്താണെന്ന് പറയുക? നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷനുകൾ ഉള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായം എന്താണെന്ന് പറയുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ക്യൂണിഫോം. ക്യൂണിഫോം ആണല്ലേ, ക്യൂണിഫോം. അടുത്ത ക്വസ്റ്റ്യൻ. സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര്? സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ, മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ആനി ബസന്റ് ആണല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സംഘയുഗത്തിൽ ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? സംഘയുഗത്തില് ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉപ്പ് ചില്ലറ വ്യാപാരികൾ. ഉപ്പ് ചില്ലറ വ്യാപാരികൾ. അടുത്ത ക്വസ്റ്റ്യൻ. കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? എ, ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ബി, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നില്ല. 3, സി, ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് CRS ശർമ്മ അറിയപ്പെടുന്നത്. ഡി, ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, എ ആൻഡ് ഡി. ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ഓപ്ഷൻ ഡി, ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ
പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡോഫ് ബോയ്സ്. ഡോഫ് ബോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകളിൽ അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡർ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകൾ അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്നാക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. കണ്ണൂര് അവരോഹണ ക്രമത്തിലാക്കുമ്പോൾ കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടു താഴെ പറയുന്ന കാര്യങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ പറയുന്നത് അല്ലേ. അതില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, തൊഴിൽക്കരം പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. 2, കെട്ടിട നികുതി പിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. 3, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. 4, വിനോദ നികുതി ചുമത്താനുള്ള അധികാരം ജില്ലാ പഞ്ചായത്തിന് മാത്രമാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. ഏതാണ്? 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തൊഴിൽക്കരം പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. കെട്ടിട നികുതി പിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ഈ 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. 4-മത്തത് തെറ്റാണ് അല്ലേ. വിനോദ നികുതി ചുമത്താനുള്ള അധികാരം ജില്ലാ പഞ്ചായത്തിന് മാത്രമുള്ളത് തെറ്റാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ശരിയേത്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, സ്ത്രീ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തിനും ഡിഗ്രിയോ അതിലധികമോ വിദ്യാഭ്യാസമുള്ളവരാണ്. 2, പുരുഷ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം സ്ത്രീ കുടിയേറ്റക്കാരേക്കാൾ കുറവാണ്. 3, ഏറ്റവും കൂടുതൽ മലയാളി കുടിയേറ്റക്കാരുള്ള രാജ്യം സൗദി അറേബ്യയാണ്. 4, ഏറ്റവും കൂടുതൽ കുടിയേറ്റത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സ്ത്രീ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തിനും ഡിഗ്രിയോ അതിലധികമോ വിദ്യാഭ്യാസമുള്ളവരാണ്. പുരുഷ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം സ്ത്രീ കുടിയേറ്റക്കാരേക്കാൾ കുറവാണ്. ഇതിൽ 2 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ ചേരുംപടി ചേർക്കുക. താഴെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു സൈഡിൽ തൊഴിലുറപ്പ് പദ്ധതികളുമായി അതുപോലെ തന്നെ പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലത്ത് സൈഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ചേരുംപടി ചേർത്ത് നോക്കിയാൽ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അതായത് 1 സി, നഗര തൊഴിലുറപ്പ് പദ്ധതി. അതേതാണ്? സി, AUEGS. AUEGS. രണ്ടാമത്തെ ഏതാണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതേതാണ്? MGNREGS. MGNREGS. അടുത്ത് മൂന്നാമത്തെ ഗ്രാമീണ ഉപജീവന പദ്ധതി. ഗ്രാമീണ ഉപജീവന പദ്ധതി. അതേതാണ്? ഡി ആണല്ലേ. DAYNRLM. DAYNRLM. അടുത്ത് നഗര ഉപജീവന പദ്ധതി. അതേതാണ്? ബി ആണല്ലേ. DAYNULM. NULM. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങളിൽ നിന്ന് റിക്കാർഡിയൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് റിക്കാർഡിയൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യം X, തുണി 10, വൈൻ 24, Y, തുണി 8, വൈൻ 2. അത് ഓപ്ഷൻസ് ABCD തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ രാജ്യം Xന് വൈനും തുണിയും നിർമ്മിച്ചും Yക്ക് കയറ്റുമതി ചെയ്യാൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓപ്ഷൻ ബി,
രാജ്യം വൈക്ക് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം എക്സിന് വൈൻ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓപ്ഷൻ സി, രാജ്യം വൈനും തുണിയും രാജ്യം എക്സിൽ നിന്നും ഇറക്കുമതി ചെയ്യും. ഡി, രാജ്യം എക്സിന് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം വൈക്ക് വൈൻ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിക്കാർഡിൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. രാജ്യം വൈക്ക് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം എക്സിന് വൈൻ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങൾ ഏത്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങൾ ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. GST കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഉത്തരം എടുത്തെഴുതുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അത് GSTയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ, GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലായിട്ട് ശരിയായിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. GST നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് GST കൗൺസിലാണ്. 2, പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. 3, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അധ്യക്ഷനായുള്ള സമിതിയിലെ മറ്റ് അംഗങ്ങൾ റവന്യൂ, ഫിനാൻസ് ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരുമാണ്. 4, 50% അംഗങ്ങളുടെ വോട്ടോടെ മാത്രമേ GST കൗൺസിലിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഇതിനകത്ത് ഈ 4 എണ്ണത്തിനകത്ത് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 1ഉം 3ഉം മാത്രം ശരി. 1ഉം 3ഉം എത്ര? ഒന്ന് ഏതാണ്? GST നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം എടുക്കുന്നത് GST കൗൺസിലാണ്. പിന്നെ ഏതാണ്? മൂന്നാമത്തേത് ശരിയാണല്ലേ. മൂന്നാമത്തെ ഏതാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അധ്യക്ഷനായുള്ള സമിതിയിലെ മറ്റംഗങ്ങൾ റവന്യൂ, ഫിനാൻസ് ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരുമാണ്. അപ്പോൾ അത് ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. HDIയുടെ ഭാഗമല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് HDIയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, മാതൃമരണ നിരക്ക്, MMR. മാതൃമരണ നിരക്കാണ് HDIയുടെ ഭാഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ദേശീയ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 സംസ്ഥാനങ്ങൾ ഏവ? 2023 ദേശീയ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 സംസ്ഥാനങ്ങൾ ഏവ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. 2023 ദേശീയ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള 4 സംസ്ഥാനങ്ങളാണ് ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ, 2015 UN അംഗരാജ്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അംഗീകരിച്ചത്. 2, 2045 കൈവരിക്കുന്ന തരത്തിലാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. 3, 17 വിഭാഗങ്ങളായുള്ള സമഗ്ര പുരോഗതിയാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. നാലാമത്തെ, ഒന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്, A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, 1ഉം 3ഉം 4ഉം മാത്രം ശരി. 1ഉം 3ഉം 4ഉം മാത്രം ശരി. ഒന്നാമതാണ് 2015 UN അംഗരാജ്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അംഗീകരിച്ചത്. 3 ഏതാണ്? 17 വിഭാഗങ്ങളായുള്ള സമഗ്ര പുരോഗതിയാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. 4 ഏതാണ്?
ഒന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്ന് ഹ്രസ്വകാലത്തേക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് പണം കടം വാങ്ങുമ്പോൾ ഈടാക്കുന്ന നിരക്ക്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്നും ഹ്രസ്വകാലത്തേക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് പണം കടം വാങ്ങുമ്പോൾ ഈടാക്കുന്ന നിരക്ക്, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ബാങ്ക് നിരക്ക്, ബാങ്ക് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് ഉള്ളത്. അത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ചൈന. 2, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമായാണ്. 3, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് ചൈനയുമായിട്ടാണ്. 4, ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് USA. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ഇന്ത്യ. പിന്നെ ഏതാണ് രണ്ടാമത്തേത്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമാണ്. പിന്നെ ശരിയായിട്ടുള്ളത് നാലാമത്തേതാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യവുമാണ് USA. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നോക്കാം. 1, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ്. 2, രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. 3, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും പരമാധികാരമുള്ളവയാണ്, അതേസമയം സംസ്ഥാനങ്ങൾ ആയിരിക്കില്ല. 4, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും ജനാധിപത്യപരമാണ്, അതേസമയം സംസ്ഥാനങ്ങൾക്ക് സ്വേച്ഛാധിപത്യമായിരിക്കും. ഇതിൽ കാരണങ്ങൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഉള്ളി 2, രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായതാണ് രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷത അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 2, അരിസ്റ്റോട്ടിൽ അടിമത്തത്തിന്റെ സ്ഥാപനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. 3, ധാർമ്മികതയും രാഷ്ട്രീയവും വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. 4, പ്ലേറ്റോ യുക്തിയിലൂടെ പ്രാപ്യമായ സഹജമായ അറിവിന് ഊന്നൽ നൽകി, അതേസമയം അരിസ്റ്റോട്ടിൽ അനുഭവപരമായ നിരീക്ഷണത്തിനും പ്രേരണയ്ക്കും മുൻഗണന നൽകി. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഉള്ളി 1 and 3. 1 ഏതാണ്? കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 4 മൂന്നാമത്തെ ഏതാണ്? ധാർമ്മികതയും രാഷ്ട്രീയ വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. അപ്പോൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സമൂഹത്തിന് പുറത്ത് അവകാശങ്ങൾ ഉണ്ടാകില്ല. 2, അവർക്ക് ഒരു ധാർമ്മിക അടിത്തറയുണ്ട്. 3, അവകാശങ്ങൾ സാർവത്രികമായിരിക്കണം, അവ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും നൽകണം. 4, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഈ അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഉള്ളി 4, മുകളിൽ പറഞ്ഞവയെല്ലാം. അതാണ് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, അനുഭവപരമായ ഡാറ്റയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിനും ഊന്നൽ നൽകുന്നു. 2, രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി
ബന്ധപ്പെട്ടത്. 3 നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ ഔപചാരിക ഘടനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 4 നിയമത്തിന്റെ സൃഷ്ടാവും നിർവഹിക്കുന്ന ആളുമായി സംസ്ഥാനത്തെ പരിഗണിക്കുന്നു. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ABCD. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, only 2. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, only 2. അതായത് രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1 വ്യക്തമായ അധികാരവും ഉത്തരവാദിത്വവും. 2 കാര്യക്ഷമമായ തീരുമാനമെടുക്കൽ. 3 മന്ദഗതിയിൽ ഉള്ള ആശയവിനിമയം. പട്ടിക 1, 2മായി പൊരുത്തപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1, 2. ഒന്നാമത്തെ എന്താണ്? ബ്യൂറോക്രാറ്റിക് തിയറി. പട്ടിക 1 എ ബ്യൂറോക്രാറ്റിക് തിയറി, ബി ഹ്യൂമൻ റിലേഷൻസ് തിയറി, സി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഡി ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം. ഓപ്ഷൻ പട്ടിക 2 എ FW ടൈലർ, ബി ഹെൻറി ഫയോൾ, മാക്സ് ബെയർ, ഡി എൽട്ടൺ മായോ. അതിൽ 1, 2, 3, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരുംപടി ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ചേരുംപടി ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ, only 1. അതായത് എ, സി ബ്യൂറോക്രാറ്റിക് തിയറി, സി ആണ് ഏതാണ്? മാക്സ് വെബർ. ബി ഏതാണ്? ഹ്യൂമൻ റിലേഷൻസ് തിയറി, അതാരാണ്? എൽട്ടൺ മേയോ. സി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, അതാരാണ്? FW ടൈലർ. ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം, അതാരാണ്? ഹെൻറി ഫയോള്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 4 പ്രസ്താവനകൾ താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 1 ഭരണഘടനയിലെ 29ാം വകുപ്പ്. 2 ഭരണഘടനയിലെ 21, 23, 25 വകുപ്പുകൾ. 3 ഭരണഘടനയിലെ 15, 16, 19. 4 മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, only 2. ഏതാണത്? ഭരണഘടനയിലെ 21, 23, 25 വകുപ്പുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. പ്രസ്താവന 1 വ്യക്തികളിൽ അന്തർലീനമായ നന്മയുണ്ട്, അവർ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തും. 2 വ്യക്തികൾക്ക് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സമൂഹത്തിന് ഇല്ല. 3 സർക്കാർ ഇടപെടൽ എപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹാനികരമാണ്. 4 വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, only 4. അതായത് വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ടാണ് JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹ ഇടപെടാനുള്ള പ്രാഥമിക കാരണം ഏതാണ്? വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവരിൽ ആരെല്ലാമാണ്? പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവരിൽ ആരെല്ലാമാണ്? 1 EH കാർ ജോർജ്, F കെന്നൻ. 2 റെയ്നോൾഡ് നെയ്ഫർ, കെന്നത്ത് W തോംസൺ. 3 CNJ സ്പെക്മാനും ഹാൻസ് ജെ മാർക്ദവും. 4 മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, only 4. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രസ്താവന 1 പൗരന്മാർക്കിടയിൽ ആലോചനയും സമമായ രൂപീകരണവും. 2 വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെയും സംയോജനം. 3 പൊതു നയം
രൂപപ്പെടുത്തുന്നതിൽ വിദഗ്ധരുടെ പങ്ക്. 4 നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ പ്രാധാന്യം. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. only 2 വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെയും സംയോജനം. 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ടല്ലേ. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. 2, ഇന്ത്യൻ ഭരണഘടനയോടുള്ള യഥാർത്ഥ വിശ്വാസവും വിധേയത്വവും പുലർത്തുക. 3, ഭരണഘടനയും നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക. 4, നിയമത്തിന്റെ സംരക്ഷണമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമായും ഈ കാര്യങ്ങളിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് ആൻസർ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. only 1 ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമായും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, അൻറോണിയോ ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കുടുംബം, സ്കൂൾ, പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രാഥമിക പങ്ക് അല്ലാത്തത്. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് അൻറോണിയോ ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിലെ കുടുംബം, സ്കൂൾ, പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രാഥമിക പങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. സമത്വവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 2, ഭരണവർഗത്തിന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ. 3, തൽസ്ഥിതി നിലനിർത്താനും മുതലാളിത്ത വർഗത്തിന്റെ ഭരണം നിയമാനുസൃതമാക്കാനും. 4, വിപ്ലവവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. only 1, 2 and 4. അതായത് ഒന്നാമത്തെ ഏതാണ്? നീതിയും സമത്വവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 2, ഭരണവർഗത്തിന് അധികാരത്തെ വെല്ലുവിളിക്കാൻ. 4, വിപ്ലവവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിന്. പ്രാഥമിക പങ്ക് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഈ ഓപ്ഷൻ ഡി, only 1, 2 and 4. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. 4 പ്രസ്താവനകളുണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമ്പത്തിക ക്ഷേമം. 2, ഗ്രാമീണ സമൂഹത്തിലെ ലിംഗഭേദം. 3, പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. 4, ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകളുടെ ശാക്തീകരണം. ഇതിലേതാണ് ശരി ഉത്തരം? 4 പ്രസ്താവനയുണ്ട്. ഓപ്ഷൻ എ ബി സി ഡി താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. only 4 അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകളുടെ ശാക്തീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടന ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. 4 പ്രസ്താവനയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ഒഴിച്ചു നോക്കിയേ. 4 പ്രസ്താവന. ഒന്നാമത്തെ അതെ എപ്പോഴും. 2 അതെ രാജ്യസഭയുടെ ശുപാർശയോടെ. 3 ഇല്ല ഒരിക്കലും. 4 അടിയന്തര ഘട്ടങ്ങളിൽ. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ബി സി ഡി ഒന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെയാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. only 2 അതായത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. അതേ രാജ്യസഭയുടെ ശുപാർശയോടെ. ഏതാണ്? രാജ്യസഭയുടെ ശുപാർശയോടെ. അടുത്ത ക്വസ്റ്റ്യൻ, മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകം അനുസരിച്ച് ആധുനിക പൊതുഭരണത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കാത്തത്? മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകം അനുസരിച്ച് ആധുനിക പൊതുഭരണത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കാത്തത്? 1 സർക്കാർ, 2 സിഇഒമാര്, 3 പൗരന്മാര്, 4 സമ്പദ് വ്യവസ്ഥയിലെ ഏജന്റുമാർ. ഇതിൽ ആരാണ് പ്രധാന പങ്ക് വഹിക്കാത്തത് ആധുനിക പൊതുഭരണത്തിൽ?
ഓപ്ഷൻ എ ബി സി ഡി. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. only 4 സമ്പദ് വ്യവസ്ഥയിലെ ഏജന്റുമാർ, അവരാണ് ആധുനിക പൊതുഭരണത്തില് പ്രധാന പങ്ക് വഹിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ പ്രസിദ്ധ ചിന്തകന്മാരിൽ ആരാണ് രാഷ്ട്രീയ സംസ്കാരം വിചിന്തനം ചെയ്തിട്ടുള്ളവരായി പരാമർശിച്ചിട്ടുള്ളത്? 4 ചിന്തകന്മാരുടെ പേരാണ്, 3 ചിന്തകന്മാരും ഒരു ഓപ്ഷനുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നും പറഞ്ഞൊരു പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആരാണ് രാഷ്ട്രീയ സംസ്കാരം വിചിന്തനം ചെയ്തിട്ടുള്ളവരായിട്ട് പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 അരിസ്റ്റോട്ടിൽ, 2 ചാൾസ് ലൂയിസ് മോണ്ടെസ്ക്യൂ, 3 അലക്സ് ഡി ടോക്കില്ലെ, 4 മുകളിൽ പറഞ്ഞവയെല്ലാം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് only 4, അതായത് മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ ഏതെല്ലാം ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ ഏതെല്ലാം ആദിവാസി മേഖലയുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്? 1 അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മിസോറാം. 2 അസം, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം. 3 അസം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. 4 അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. only 4, അതായത് അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂളിൽ അസം, മേഘാലയ, ത്രിപുര, മിസോറാം ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 1 പ്രഷർ ഗ്രൂപ്പുകൾ വലിയ സംഘടനകളാണ്. 2 സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വിശാലമായ താല്പര്യങ്ങളുണ്ട്. 3 സമ്മർദ്ദ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 4 പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏകീകൃത താല്പര്യങ്ങളുള്ള അംഗങ്ങളുണ്ട്. ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്, എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. only 3 and 4, അതായത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 4 പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏകീകൃത താല്പര്യങ്ങളിലുള്ള അംഗങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ NPTയുടെ സ്തംഭമല്ലാത്തത് ഏതാണ്? താഴെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് NPTയുടെ സ്തംഭമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 നോൺ പ്രോലിഫറേഷൻ, 2 നിരായുധീകരണം, 3 ആണവ സാങ്കേതിക വിദ്യയുടെ സമാധാനപരമായ ഉപയോഗം, 4 ആണവായുധ വികസനം. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. only 4, അതായത് ആണവായുധ വികസനം. NPTയുടെ സ്തംഭനമല്ലാത്തത് ഏതാണ്? ആണവായുധ വികസനം. അടുത്ത ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് WTOയുടെ പ്രവർത്തന ഘടകമല്ലാത്തത്? 1 മൾട്ടി ഫൈബർ ഉടമ്പടി, 2 മൈഗ്രേഷൻ സംബന്ധിച്ച കരാറുകൾ, 3 വ്യാപാരവും സേവനങ്ങളും സംബന്ധിച്ച പൊതു ഉടമ്പടി, 4 യൂറോപ്യൻ യൂണിയൻ. ഈ 4 എണ്ണത്തിൽ ഏതാണ് WTOയുടെ പ്രവർത്തന ഘടകമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. only 2 and 4, അതായത് മൈഗ്രേഷൻ സംബന്ധിച്ച കരാറുകൾ. 4 ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. ഇതാണ് WTOയുടെ പ്രവർത്തന ഘടകം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്ത് രൂപപ്പെടുന്ന മെറ്റാമോർഫിക് തറയുടെ പ്രധാന കാരണം? ഒരു കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്ത് രൂപപ്പെടുന്ന മെറ്റാമോർഫിക് തറയുടെ പ്രധാന കാരണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്തെ കർശന പ്രതിരോധം മൂലമുണ്ടാകുന്ന ഷിയർ ചൂട്, അതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഉയർന്ന ഉയരത്തിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന വായു പ്രവാഹമായ ജെറ്റ് സ്ട്രീമിന്റെ
രൂപീകരണത്തിന് പ്രധാന കാരണം ഉയർന്ന ഉയരത്തിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന വായുപ്രവാഹമായ ജെറ്റ് സ്ട്രീമിന്റെ രൂപീകരണത്തിന് പ്രധാന കാരണം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വലിയ തോതിലുള്ള മർദ്ദത്തിലെ വ്യത്യാസങ്ങളിൽ കോറിയോളിസ് ഫലത്തിന്റെ പ്രവർത്തനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ ഏകദേശം 670 കിലോമീറ്റർ ആഴത്തിൽ കാണപ്പെടുന്ന സീസ്മിക് അസ്ഥിരാങ്കത്തിന് പ്രധാന കാരണം. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ ഏകദേശം 670 കിലോമീറ്റർ ആഴത്തിൽ കാണപ്പെടുന്ന സീസ്മിക് അസ്ഥിരാങ്കത്തിന് പ്രധാന കാരണം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒലിവിൻ എന്ന ധാതു, പെരോവെസ്കറ്റ്, മഗ്നീഷ്യവും സൈറ്റ് എന്നീ ധാതുക്കളായി മാറുന്നത്. ഒലിവൻ എന്ന ധാതു, പെരോവെസ്കൈറ്റ്, മഗ്നീഷ്യോവുസ്റ്റൈറ്റ് എന്നീ ധാതുക്കളായി മാറുന്നത്. അതാണ് പ്രധാന കാരണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ജനസംഖ്യാ വർധനവിന്റെ പാറ്റേണുകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ജനസംഖ്യാ പരിവർത്തനം എന്ന ആശയം വികസ്വര രാജ്യങ്ങൾക്ക് കുറച്ച് ബാധകമാണെന്ന് വിമർശകർ വാദിക്കുന്നത് ഇതു കാരണമാണ്. ഏത് കാരണമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി ഉത്തരം? ജനസംഖ്യാ വർധനവിന്റെ പാറ്റേണുകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ജനസംഖ്യാ പരിവർത്തനം എന്ന ആശയം വികസ്വര രാജ്യങ്ങൾക്ക് കുറച്ച് ബാധകമാണെന്ന് വിമർശകർ വാദിക്കുന്നത് ഇതു കാരണമാണ്. ഏത് കാരണമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഉയർന്ന മരണനിരക്കുകൾ കുറയുന്നതിനൊപ്പം ഉയർന്ന ജനന നിരക്കുകൾ തുടരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രവാസ പഠനങ്ങളിലെ ഗുരുത്വാകർഷണ മാതൃക എന്ന ആശയം പ്രധാനമായും പറയുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? പ്രവാസ പഠനങ്ങളിലെ ഗുരുത്വാകർഷണ മാതൃക എന്ന ആശയം പ്രധാനമായും പറയുന്നത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. വലതും അടുത്തുള്ളതുമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ സാധ്യതയോടെ പ്രവാസം ചെയ്യുന്നു എന്നാണ്. വലുതും അടുത്തുള്ളതുമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ സാധ്യതയോടെ പ്രവാസം ചെയ്യുന്നു എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. നിശ്ചിത തലങ്ങൾ കടന്നാൽ സംഭവിക്കാവുന്ന ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയിലെ പെട്ടെന്നുള്ള തിരിച്ചു വരാത്ത മാറ്റങ്ങൾ, അതാണ് കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അളവ് വർദ്ധിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന സമുദ്ര അമ്ലീകരണം പ്രധാനമായും ബാധിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അളവ് വർദ്ധിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന സമുദ്ര അമ്ലീകരണം പ്രധാനമായും ബാധിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. സമുദ്ര പ്ലവകങ്ങളുടെ ഉൽപാദനക്ഷമത. സമുദ്ര പ്ലവകങ്ങളുടെ ഉൽപാദനക്ഷമത. അടുത്ത ക്വസ്റ്റ്യൻ. ധ്രുവീയ സ്ട്രാറ്റോസ്ഫെറിക് വേഗങ്ങൾ ഓസോൺ വിഷയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രധാനമായും ഇതുകൊണ്ടാണ്. ഏതുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ധ്രുവീയ സ്ട്രാറ്റോസ്ഫെറിക് മേഘങ്ങൾ ഓസോൺ വിഷയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രധാനമായും ഇതുകൊണ്ടാണ്. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ക്ലോറിൻ, ബ്രോമിൻ സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട വിഭിന്നമായ രാസപ്രവർത്തനങ്ങൾക്ക് അവ ഒരു ഉപരിതലം നൽകുന്നു. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
ഗ്രീൻ ഹൗസ് പ്രഭാവവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിർബന്ധനം എന്ന ആശയം സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഗ്രീൻ ഹൗസ് പ്രഭാവവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിർബന്ധനം എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഹരിത ഗ്രഹവാതക പുറന്തള്ളൽ തുടങ്ങിയ ഘടകങ്ങളാൽ ഉണ്ടാകുന്ന ഭൂമിയുടെ ഊർജ സന്തുലിതാവസ്ഥയിലെ മാറ്റം, അതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് 4 ഓപ്ഷൻസ് താഴെയുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഉയർന്ന ഒഴുക്ക്, ഗുണകത്തോടെ ചെറുതും ചരിഞ്ഞതുമായ തടങ്ങൾ, അതാണ് ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം, ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം, 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച്. ഏതാണ്? കണ്ടുപിടിച്ചല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റ് തീരദേശ സമതലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം? കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റു തീരദേശ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപശാസ്ത്രത്തിന്റെ സ്വാധീനം. പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപശാസ്ത്രത്തിന്റെ സ്വാധീനം. അടുത്ത ക്വസ്റ്റ്യൻ. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്? ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? ക്രമേണ ഉയർന്നു വന്ന ഒരു വലിയ ആന്തരിക സമുദ്രത്തിൽ നിന്നാണ് ഹിമാലയം ഉത്ഭവിച്ചത്. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് എന്താണ്? ക്രമേണ ഉയർന്നു വന്ന ഒരു വലിയ ആന്തരിക സമുദ്രത്തിൽ നിന്നാണ് ഹിമാലയം ഉത്ഭവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വടക്കേ ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ സമ്പൂർണ്ണ സമതലമായ ദോ ആബ് പ്രദേശം പ്രധാനമായും രൂപപ്പെട്ടത് ഏത് 2 പ്രധാന നദികളുടെ സംഗമത്തിൽ നിന്നാണ്? വടക്കേ ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ സമ്പൂർണ്ണ സമതലമായ ദോ ആബ് പ്രദേശം പ്രധാനമായും രൂപപ്പെട്ടത് ഏത് 2 പ്രധാന നദികളുടെ സംഗമത്താൽ ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് 2 പ്രധാന നദികളുടെ സംഗമത്താലാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? യമുനാ നദിയും ഗംഗാ നദിയുടെയും സംഗമത്താലാണ്. യമുനാ നദിയുടെയും ഗംഗാ നദിയുടെയും സംഗമത്താലാണ്. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്? വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? EH കാറ്. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചവരാണ് EH കാറ്. അടുത്ത ക്വസ്റ്റ്യൻ. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം? 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? ബ്രിട്ടൻ ആണല്ലേ? 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികൾ ഉൾപ്പെടാത്ത രാഷ്ട്രം ഏതാണ്? ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ. സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്?
സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഈജിപ്ഷ്യൻ. സൗരപഞ്ചാംഗം ഈജിപ്ഷ്യൻ നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 ഇന പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം. വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 ഇന പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏത് വർഷമാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? 1919. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1919. അടുത്ത ക്വസ്റ്റ്യൻ. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ്? കണ്ടുപിടിച്ചോ, ആരാണ്? മെൻഷെവിക്കുകളാണ് അല്ലെ, മെൻഷെവിക്കുകളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെൻഷെവിക്കുകൾ. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മെൻഷെവിക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിൽ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിൽ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൃതീയ മേഖല. ടെറിട്ടറി സെക്ടർ. ടെറിട്ടറി സെക്ടറിലാണ്, അതായത് തൃതീയ മേഖല. വാർത്താവിനിമയം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിപ്ലവങ്ങളുടെ മാതാവ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ആനന്ദകുമാരസ്വാമി. ആരാണ്? ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? ആനന്ദകുമാരസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ. വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത്. വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, BC 540 ആണല്ലേ. വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത് BC 540. അടുത്ത ക്വസ്റ്റ്യൻ. അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം. അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം അല്ലേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ബുദ്ധമതമാണല്ലേ. അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം ഏതാണ്? ബുദ്ധമതം. അടുത്ത ക്വസ്റ്റ്യൻ. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത്. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 13. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? 13. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ചില ചിത്രങ്ങളുടെ പേരുകളാണ് താഴെ കൊടുക്കുന്നത്. അവയിൽ മൈക്കേൽ ആഞ്ചലോയുടെ സൃഷ്ടി ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണല്ലേ. പ്രസിദ്ധമായ ചില ചിത്രങ്ങളുടെ പേരുകളാണ് താഴെ ഓപ്ഷൻ്റെ അകത്ത് നൽകിയിട്ടുള്ളത്. അവയിൽ മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടി ഏതാണ്? 4 ഓപ്ഷൻസിനകത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കാണും അല്ലേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, അന്ത്യവിധി. അന്ത്യവിധിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. മൗറോളിക് സ്തംഭമായി യോജിക്കുന്നത്. മെഹ്റോളിക് സ്തംഭമായി യോജിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് മെഹ്റോളിക് സ്തംഭവുമായി യോജിക്കുന്നത്? ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇന്ത്യയിലെ ആദ്യ ഇരുമ്പ് സ്തംഭം. അതാണ് മെഹ്റോളിക് സ്തംഭം ആയി യോജിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, പക്ഷെ തെറ്റിപ്പോവും അല്ലേ. അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1571
81 അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. സൽത്തനത്ത് ഭരണകാലത്ത് വളർന്നു വികസിച്ച നഗരങ്ങളിൽ പെടുന്നത്. സൽത്തനത്ത് ഭരണകാലത്ത് വളർന്നു വികസിച്ച നഗരങ്ങളിൽ പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ബ്രോച്ച്. ബ്രോച്ച് ആണ് കറക്റ്റ് ആൻസർ, ബ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കാവുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1324 51 ആണ് മുഹമ്മദ് തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ എത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത്. ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ എത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത്. ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഡൊമിംഗോ പയസ്. ഡൊമിംഗോ പയസ് ആണ് പോർച്ചുഗൽ സ്വദേശി. അടുത്ത ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമത്തെ തുടർന്ന് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് ദത്തവകാശ നിരോധന നിയമത്തെ തുടർന്ന് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഔദ്. ഔദാണ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മനുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട സ്ഥലം. ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മനുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാഞ്ചാലം കുറിച്ചി. പാഞ്ചാലം കുറിച്ചിയാണ് കറക്റ്റ് ആൻസർ, പാഞ്ചാലം കുറിച്ചി. അടുത്ത ക്വസ്റ്റ്യൻ. മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം. മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരിയുത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം? തെക്കൻ റാഞ്ചി ആണല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെക്കൻ റാഞ്ചിയാണ് മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1911 ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം 1911. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗുജറാത്തിലാണല്ലേ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂർണ്ണ സ്വരാജ് ലക്ഷ്യവുമായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ലാഹോർ സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇളങ്കോ അടികളുടെ ആസ്ഥാനമായിരുന്നു എന്ന് കരുതപ്പെടുന്നത്. ഇളങ്കോ അടികളുടെ ആസ്ഥാനമായിരുന്നു എന്ന് കരുതപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൃക്കണാമതിലകം. തൃക്കണാമതിലകമാണ് കറക്റ്റ് ആൻസർ, തൃക്കണാമതിലകം. അടുത്ത ക്വസ്റ്റ്യൻ. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കോട്ട. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയുള്ള കോട്ട ഏതാണ്? 4 കോട്ടയുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അഞ്ചുതെങ്ങു കോട്ട. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയുള്ള കോട്ടയാണ് അഞ്ചുതെങ്ങു കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. പാലിയം ചേപ്പേട് ആയി ബന്ധപ്പെട്ട രാജാവ്. പാലിയം ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ്
4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിയൻ ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനാണ് പാലിയൻ ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ. വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നതായി കരുതപ്പെടുന്ന ചേര രാജാവ്. വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നതായി കരുതുന്ന ചേര രാജാവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉദിയൻ ചേരലാതൻ. ഉദിയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെടുന്നതായി കരുതുന്ന ചേര രാജാവ്. ഉദിയൻ ചേരലാതൻ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി, ശങ്കരവിജയം എന്നീ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന മഹോദയപുരത്തെ രാജാവ്. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി, ശങ്കരവിജയം എന്നീ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന മഹോദയപുരത്തെ രാജാവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, രാജശേഖരവർമ്മ. രാജശേഖരവർമ്മയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ശക്തിഭദ്രനാണ് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. ശക്തിഭദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ്. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, മാർത്താണ്ഡവർമ്മ രാജാവാണല്ലേ. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനോടൊപ്പം ഒപ്പുവെച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, രാജാ കേശവദാസനാണ് തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. രാജാ കേശവദാസൻ. അടുത്ത ക്വസ്റ്റ്യൻ. വേലുത്തമ്പിയുടെ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് AD 1809 തന്നിട്ടുള്ളവയിൽ ഏത് ദിവസമാണ് ഇത് നടന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ടല്ലേ. 4 ദിവസമാണ് താഴെ തന്നിട്ടുള്ളത്. ഏതാണ് ഈ വേലുത്തമ്പിയുടെ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത്? AD 1809 തന്നിട്ടുള്ളതിൽ ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ദിവസമാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ദിവസമാണ്? ഓപ്ഷൻ സി ആണല്ലോ, ജനുവരി 11 1809 ജനുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ. മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന രാട്ടുരാജാവ് ആരാണ്? മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ്. ഈ താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജയാണല്ലേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ്. കേരളവർമ്മ പഴശ്ശിരാജ. അടുത്ത ക്വസ്റ്റ്യൻ. 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി. 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ആ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, പാലിയത്തച്ഛനാണ്. 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി ആരാണ്? പാലിയത്തച്ഛൻ. പാലിയത്തച്ഛനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറില് വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി.
തിരുവിതാംകൂറില് വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. അടുത്ത ക്വസ്റ്റ്യൻ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ശ്രീ ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ദേശീയ ജലപാതകളാണല്ലേ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതാണ് പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത? കണ്ടുപിടിച്ചോ? ഏതാണ്? ദേശീയ ജലപാത 5 NW5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദേശീയ ജലപാത 5 ആണ് പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? വെങ്ങാനൂർ ആണല്ലേ. വെങ്ങാനൂർ ആണ് ശരി ഉത്തരം. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം ഓപ്ഷൻ ബി ആണ്, വെങ്ങാനൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി താഴെ പറയുന്നതിനകത്ത് 4-ന്റെ ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ശ്രീമൂലം തിരുനാളാണല്ലേ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ.